traders, welcome back to Market Waves. Nifty, Bank Nifty and Sensex എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനലൈസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി നമുക്ക് നിഫ്റ്റി പരിശോധിക്കാം. ഇന്ന് നിഫ്റ്റി 541 പോയിന്റിന്റെ മൂവ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. ഞെട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. നല്ല വൺ സൈഡ് സെല്ലിംഗ് ആണ് സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ എന്താണ് ഇന്ന് നമ്മൾക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് പരിശോധിച്ച് നോക്കാം. ഇന്ന് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നൽകിയത്. നമ്മുടെ ആദ്യമായി കിട്ടിയേക്കാമെന്ന് രേഖപ്പെടുത്തിയിരുന്ന റെസിസ്റ്റൻസ് സോണിന് മുകളിലായിരുന്നു. എങ്കിലും അവിടെ ക്ലോസ് ചെയ്യാൻ കഴിയാതെ നിഫ്റ്റി തുടർന്ന് വീണ് പോരുകയാണ് ചെയ്തത്. ഈ ഏരിയയിൽ വന്ന് നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ഇന്നലത്തെ ലോ എന്ന ലെവലിൽ വന്നതിന് ശേഷം ഒരു അപ്വേർഡ് മൂവ്മെന്റിന് ശ്രമിച്ചെങ്കിലും അവിടുന്ന് ഹോൾഡ് ചെയ്യാൻ കഴിയാതെ വീണ്ടും ഡൗൺ സൈഡ് പോരുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊരു സെല്ലിംഗ്. ഇന്ന് PE ഓപ്ഷൻ ട്രൈ ചെയ്ത് ഈ ഏരിയയിൽ നിന്ന് വീണ്ടും ഇവിടെ വന്നതിന് ശേഷം ഈ ലെവലിൽ ഒരു എൻട്രി കൊടുത്തുകൊണ്ട് ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഞാൻ നമ്മുടെ വാട്സപ്പ് ചാനലിൽ കൊടുത്തിരുന്നു. കൃത്യമായി ട്രേഡ് എല്ലാവരും ചെയ്തിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഡേയ്സ് ലോ ആണ്. അങ്ങനെ വരുമ്പോൾ ആദ്യം പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അത് ബ്രേക്ക് ചെയ്താൽ ഈ ലെവലായിരുന്നു. ഈ ലെവൽ ടാർഗറ്റ് കവർ ചെയ്തു. അതിനുശേഷം ഇത് ബ്രേക്ക് ചെയ്തപ്പോൾ വീണ്ടും ജോയിൻ ചെയ്തവർക്ക് തുടർന്ന് നോക്കി നിൽക്കേണ്ട ആവശ്യമുണ്ടായില്ല. ഈ ലെവലിലെത്തി വീണ്ടും ഒരു ടാർഗറ്റ് കവർ ചെയ്ത് ഇവിടുന്ന് വീണ്ടും ഒരു ഫ്രഷ് ഓർഡർ ഈ ലെവലിൽ ബ്ലാക്ക് ലൈൻ കൊടുത്ത് ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് എൻട്രി നൽകിയിരുന്നു. അതും കൃത്യമായും ടാർഗറ്റിലെത്തി. ഈ ഏരിയയിൽ നിന്ന് എത്തുമ്പോൾ ഞാൻ ടാർഗറ്റ് കവർ ചെയ്തതായി ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് നല്ല ട്രേഡിംഗ് ആയിരുന്നു ലഭിച്ചിട്ടുള്ളത്. PE ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്തവർക്ക് രാവിലെ തന്നെ ഒരു PE ഓപ്ഷൻ അബദ്ധവശാലെങ്കിലും ബൈ ചെയ്ത് ഹോൾഡ് ചെയ്തവർക്ക് തുടർന്ന് നോക്കേണ്ടി വന്നില്ല. കൈ നിറയെ പൈസയാണ്, രൂപയാണ്, ക്യാഷാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത് എന്ന് വേണമെന്ന് പറയാൻ. അപ്പോൾ നാളത്തേക്ക് ഇന്നത്തെ മൂവ്മെന്റിനെ അപേക്ഷിച്ച് എങ്ങനെയാണ് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റുക? ആദ്യത്തെ നമ്മുടെ റെസിസ്റ്റൻസ് സോൺ ഏതായിരിക്കാം, സപ്പോർട്ട് സോൺ ഏതായിരിക്കാം എന്നത് പരിശോധിക്കാം. 21,904 എന്ന ലെവലാണ് സപ്പോർട്ട് സോണായി, ആദ്യത്തെ സപ്പോർട്ട് സോണായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ആദ്യത്തെ റെസിസ്റ്റൻസ് സോണായി 22,134 എന്ന ലെവൽ പ്രധാനമായും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നാളെ ലഭിക്കുന്നതെങ്കിൽ ഇവിടെ ഒന്നും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ അതുവരെ നൽകിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ ഈ ലെവൽ കൃത്യമായും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം. ലഭിക്കേണ്ടുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ റെസിസ്റ്റൻസ് സോണിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അതിനുശേഷം വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അതുവരെ നൽകിയ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. തുടർന്ന് അതുവരെ ലഭിച്ച ഉയരത്തിന് മുകളിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുക എന്നതാണ് ആവശ്യം. അങ്ങനെയെങ്കിൽ അപ്വേർഡ് ഡയറക്ഷനിലായിരിക്കാം പ്രൈസ് മൂവ് ചെയ്യുക എന്നത് കണക്കാക്കി തുടർന്ന് സ്ക്രീനിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ടാർഗറ്റുകൾ ലഭിച്ചേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവ നിങ്ങൾക്ക് കാണാമെന്ന് കഴിയുന്നു. പ്രധാനമായ റെസിസ്റ്റൻസ് സോണുകളായി 22,354, അതുപോലെ തന്നെ ഇന്നത്തെ ഉയരമായ 22,450 എന്ന ലെവലുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയ ശേഷം ഇവിടെ നിന്നും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ ഡൗൺവേർഡ് ഡയറക്ഷൻ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരു PE ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ നൽകിയ ഉയരം അഥവാ തൊട്ട് മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള റെസിസ്റ്റൻസ് സോണ് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. ആദ്യമായി പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. 21,900 താഴെ. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്വേർഡ് മൂവ്മെന്റിൽ തുടർന്ന് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ ഒരു PE ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം. അങ്ങനെയെങ്കിൽ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ നൽകിയ ലോയാണ്. അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ നാളെയും ട്രെൻഡ് ഡൗൺവേർഡ് ഡയറക്ഷനിൽ തന്നെ തുടർന്നേക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ലഭിക്കേണ്ടുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നത്. 21,900, 21,856, 21,795, 700, 636, 530 എന്ന ലെവലുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ 530 അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടാണ്. എന്നാൽ ഈ ഏരിയയിൽ നിന്നും എവിടെ നിന്ന് വേണമെങ്കിലും നിഫ്റ്റിക്ക് ഒരു സപ്പോർട്ട് എടുത്ത് വളരെ വേഗത്തിൽ തന്നെ അപ്വേർഡ് മൂവ് ചെയ്യാവുന്നതാണ്. എന്നാൽ അതിൽ പ്രധാനമായ ഒരു ലെവൽ ഈ ലെവലാണ്. 21,856 എന്ന ലെവലാണ്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സെല്ലിംഗ് പ്രഷർ കൂടുതൽ ഉണ്ടായേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്.
അപ്പോൾ കൃത്യമായ സ്റ്റോപ്പ് ലോസോടുകൂടി വേണം നാളെ ട്രേഡ് ചെയ്യാൻ. അപ്പോൾ അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് ഇന്ന് സംഭവിച്ചത്, നമുക്ക് എങ്ങനെയാണ് നാളത്തേക്കുള്ള റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് രേഖപ്പെടുത്താൻ കഴിയുക എന്ന് നോക്കാം. 626 പോയിന്റിന്റെ മൂവ്മെന്റ് തന്ന ബാങ്ക് നിഫ്റ്റിയും ഇന്ന് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നൽകിയതെങ്കിലും ഹോൾഡ് ചെയ്യാനാവാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ കാണിച്ചുവെങ്കിലും തുടർന്ന് ഒരു അപ്പ് മൂവ് തന്ന് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്തെങ്കിലും ആദ്യത്തെ റെസിസ്റ്റൻസ് സോൺ കവർ ചെയ്ത് അതിനു മുകളിൽ ഹോൾഡ് ചെയ്യാനാവാതെ വീണ്ടും സെല്ലിംഗ് പ്രഷറിലോട്ട് വന്ന് ബാങ്ക് നിഫ്റ്റിയും ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്ത് ഡൗൺവേർഡ് പോരുകയാണ് ചെയ്തത്. എന്നാൽ കൃത്യമായ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന പ്രൈസ് ലെവലുകൾ മാനിച്ചുകൊണ്ട് ബാങ്ക് നിഫ്റ്റി ഒരു PE ബൈ ചെയ്തവർക്ക് തന്നെ പ്രോഫിറ്റ് നൽകുകയാണ് ചെയ്തത്. ഈ ഏരിയയിൽ അധികം നേരം കൺസോളിഡേറ്റ് ചെയ്ത ബാങ്ക് നിഫ്റ്റി കൃത്യമായി നമ്മുടെ ടാർഗറ്റ് ലെവലുകൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഒരു തിരിച്ചുപോക്കിന് ഒരു അപ്വേർഡ് മൂവ്മെന്റിനുള്ള പരിശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. എന്നാൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 626 പോയിന്റിന്റെ മൂവ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. എന്നാൽ നിഫ്റ്റി അടുത്ത കാലത്തൊന്നും കാണിക്കാത്ത രീതിയിലുള്ള ഫാളാണ് ഇന്നുണ്ടായത്. 500-ലധികം പോയിന്റിന്റെ ഫാളിങ്, അത് അല്പം വലിയ ഒരു മൂവ്മെന്റ് തന്നെയാണ് നിഫ്റ്റിയെ സംബന്ധിച്ച്. അപ്പോൾ നാളത്തേക്ക് ഇവിടെ 47,171 എന്ന ലെവൽ തന്നെയാണ് ആദ്യ റെസിസ്റ്റൻസ് സോണായി കണക്കാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ 47,506 എന്നത് രണ്ടാമതായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ ലോ തന്നെയാണ് അടുത്ത സപ്പോർട്ട് സോണായി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നാളെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയ ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു ഡൗൺവേർഡ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ തുടർന്ന് ഈ ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്യാതെ നിൽക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നുവെന്ന് ഫീൽ ചെയ്താൽ PE ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ അഥവാ സ്ട്രിക്റ്റ് ആയി ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാവുന്നതാണ്. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അപ്പോൾ അതുവരെ നൽകിയ ലോയാണ്. അതിന് താഴെ ഒരു 5-15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം തുടർന്ന് ഡൗൺവേർഡ് ഡയറക്ഷനിൽ പ്രൈസ് മൂവ് ചെയ്തേക്കാം എന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 46,675, 46,291 എന്ന ലെവലുകൾ. ഈ 291 എന്ന ലെവലിന് താഴെ ബ്രേക്ക് ചെയ്താൽ 46,291 എന്ന ലെവലിന് താഴെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 45,933, 45,663 എന്ന ലെവലുകളാണ്. ആ ലെവലുകളിലോട്ടൊക്കെ ബാങ്ക് നിഫ്റ്റി വീണ് വരും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും പ്രൈസിന്റെ മൂവ്മെന്റ് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാനാവില്ല. ഡയറക്ഷനിങ് പോന്നാൽ ഇത് ബ്രേക്ക് ചെയ്തേക്കാം. അങ്ങനെ വന്നാൽ കുറച്ച് കൂടുതൽ സെല്ലിംഗ് പ്രഷർ സംഭവിച്ചേക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയ ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതുവരെ നൽകിയ ഡേയ്സ് ലോ ഓർ ഈ ലെവൽസ് കൃത്യമായ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യുക. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് 47,117 ആണ്. 47,171 ആണ്. അതിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിപ്പിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് തന്നെ മൂവ് ചെയ്യുന്നു എന്ന് ഫീൽ ചെയ്താൽ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യുക. തുടർന്ന് ലഭിച്ചേക്കാവുന്ന റെസിസ്റ്റൻസ് സോണുകളാണ് അപ്പോൾ നമ്മളുടെ ടാർഗറ്റ്. അവ 47,506, 47,730, 47,854 എന്നിങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. തുടർന്ന് സെൻസെക്സിൽ എന്താണ് സംഭവിച്ചത് എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. സെൻസെക്സും ഇന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഒക്കെയാണ് നൽകിയതെങ്കിലും നിഫ്റ്റി പോലെ തന്നെ ഡൗൺവേർഡ് വന്നു. ആദ്യം രേഖപ്പെടുത്തിയിരുന്ന സപ്പോർട്ട് സോണിൽ ഒരു സപ്പോർട്ട് എടുക്കാൻ പരിശ്രമിച്ചെങ്കിലും അത് ബ്രേക്ക് ചെയ്ത് ഡൗൺവേർഡ് പോരുകയാണ് ചെയ്തിരുന്നത്. ഇന്ന് വളരെ വലിയ മൂവ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. 1,500-ലധികം പോയിന്റിന്റെ ഫാളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ട്രേഡ് ചെയ്തിരുന്നവർക്കും സാമാന്യം നല്ല ട്രേഡ് ലഭിച്ചിട്ടുണ്ട്. വൺ ഡയറക്ഷൻ തന്നെയായിരുന്നു ഫാള്. അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്ഥിതി. നാളെ ഏതാണ് നമ്മുടെ സപ്പോർട്ട് സോൺ അഥവാ റെസിസ്റ്റൻസ് സോണുകൾ എന്ന് നമുക്ക് പരിശോധിക്കാം. ഇന്നത്തെ ലോയായ 72,508 എന്ന ലെവൽ തന്നെയാണ് ഞാൻ ആദ്യത്തെ സപ്പോർട്ട് സോണായി പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ 73,140 എന്ന ലെവൽ ആദ്യത്തെ റെസിസ്റ്റൻസ് സോണായും പ്രതീക്ഷിക്കുന്നു. ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ലഭിക്കുകയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുക എന്നൊരു ഇൻഡിക്കേഷനാണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ലോ ഓർ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോൺ സ്ട്രിക്റ്റ് ആയ
സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യുക. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് തൊട്ട് മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള റെസിസ്റ്റൻസ് സോൺ, അതിൽ പ്രധാനപ്പെട്ടത് 73,140 ആണ്. അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിപ്പിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ തന്നെ മൂവ് ചെയ്യുമെന്ന ഇൻഡിക്കേഷനാണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അങ്ങനെയെങ്കിൽ ആദ്യം പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം ആണ്. അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും അപ്വേർഡ് ഡയറക്ഷനിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. തുടർന്ന് ലഭിച്ചേക്കാവുന്ന ടാർഗറ്റുകൾ 73,456, 73,656, 73,835 എന്നീ റെസിസ്റ്റൻസ് സോണുകളാണ്. എന്നാൽ ഇവിടെ നിന്നും ഒരു ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ ആണ് നമുക്ക് നൽകുന്നത് എങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഉയരം ഓർ തൊട്ട് മുകളിലുള്ള രേഖപ്പെടുത്തിയിട്ടുള്ള റെസിസ്റ്റൻസ് സോണ് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അതായത് ഒരു PE ഓപ്ഷൻ വാങ്ങി ഹോൾഡ് ചെയ്യും. അങ്ങനെയെങ്കിൽ ലഭിക്കേണ്ടുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് അതിനിടയിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ സംഭവിച്ചാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേൺ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ തരുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ നൽകിയ ഉയരം സ്ട്രിക്റ്റ് ആയി സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് 72,333, 72,085, 71,864, 71,630, 71,358, 71,100 എന്ന ലെവലുകൾ ടാർഗറ്റുകളായി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എങ്കിലും ഈ ലെവൽ വിട്ട് സെൻസെക്സ് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും നാളത്തെ മൂവ്മെന്റ് നമുക്ക് നാളെ മാത്രമേ ഉറപ്പിച്ച് പറയാനും കാണാനും സാധിക്കൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നമ്മളുടെ വാട്സപ്പ് ചാനലിൽ കൃത്യമായി നമ്മുടെ ട്രേഡുകൾ പോസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഫ്രീ ആയി തന്നെ. താല്പര്യമുള്ളവർ നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ ലെവലുകൾ എങ്ങനെയെന്നും അത് പുതുതായി വന്നിട്ടുള്ളവർക്ക് കൃത്യമായി മനസ്സിലാക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. താല്പര്യമുള്ളവർ തീർച്ചയായും ജോയിൻ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാളെ എല്ലാവർക്കും ഒരു നല്ല ട്രേഡിംഗ് ദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.